ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകളിൽ ഞാൻ കഴിയുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും എന്നെ വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് തീർച്ചയായും വലിയൊരു ആശ്വാസമാണ് തരുന്നത്. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പലരും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തതും അതെനിക്ക് വലിയൊരു ആശ്വാസമായി മാറിയതും. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പേര് എനിക്ക് സാമ്പത്തികമായും ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെറുതെന്നല്ല, തീരെ ചെറുതല്ലാത്ത സഹായം 1-2 പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പിന്തുണയാണ് എനിക്ക് വലിയ ആശ്വാസം നൽകുന്നത്. എനിക്ക് പൈസ അയച്ചു തന്നതിൽ ഒരമ്മാമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, സാമീഡിയ എന്നത് ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. വചനം പഠിക്കുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഈ ചാനലിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനമാണ്. തീർച്ചയായും അതുകൊണ്ട് ഈ ചാനൽ നിന്നു പോകരുത്, അല്ലെങ്കിൽ സാറിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈവവചനം പഠിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിലച്ചു പോകരുത്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഒരു സഹായം ഞങ്ങൾ ചെയ്യുന്നു എന്നാണ് ഒരു അമ്മാമ്മ പറഞ്ഞത്. തീർച്ചയായും നിങ്ങളുടെ വലിയ പിന്തുണയ്ക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെയും ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്. 2026 ലോഗോസ് ക്വിസ് പഠനവുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ക്രമമായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പിൽ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമാവുക. ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് സൂക്ഷിക്കുക. മോക്ക് ടെസ്റ്റുകളുടെ രജിസ്ട്രേഷൻ തുടരുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒരു വലിയ അധ്യായമാണ്. 71 വാക്യങ്ങളാണ് ഉള്ളത്. ഏറ്റവും വലിയ അധ്യായം നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. 3 വീഡിയോയായിട്ടാണ് ചെയ്യുന്നത്. 2 വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3-ാമത്തെ വീഡിയോയാണ്. നാളെ ഈ 3 വീഡിയോകളും ഉൾപ്പെടുത്തി 6-ാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6-ന്റെ അവസാനത്തെ തലക്കെട്ട്, അതായത് 4-ാമത്തെ തലക്കെട്ട്, നിത്യജീവന്റെ വചസ്സുകൾ. 2, ഇതു കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും എന്താണ് പറഞ്ഞത്? ഈ വചനം കഠിനമാണ്. 3, എന്ത് കഠിനമാണ് എന്നാണ് അവന്റെ ശിഷ്യരിൽ പലരും പറയുന്നത്? ഈ വചനം. 4, ഈ വചനം എന്താണ് എന്നാണ് യേശുവിന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞത്? കഠിനമാണ്. 5, ഇതു കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. തുടർന്ന് അവർ എന്താണ് പറയുന്നത്? ഇതു ശ്രവിക്കാൻ ആർക്കു കഴിയും? 6, ആര് പിറുപിറുത്തു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു? തൻ്റെ ശിഷ്യന്മാർ. 7, തൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു? പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി. 8, തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് എന്താണ് ചോദിച്ചത്? ഇതു നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? 9, ഇതു നിങ്ങൾക്ക് എന്ത് വരുത്തുന്നുവോ എന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്? ഇടർച്ച. 10, ഇതു നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ആര് ആദ്യം ആയിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് യേശു ചോദിക്കുന്നത്? മനുഷ്യപുത്രൻ. 11, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് എന്തു ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നാണ് യേശു ചോദിക്കുന്നത്? ആരോഹണം ചെയ്യുന്നത്. 12, ആരാണ് ജീവൻ നൽകുന്നത്? ആത്മാവ്. 13, ആത്മാവാണ് എന്ന് നൽകുന്നത് ജീവൻ. 14, ആത്മാവാണ് ജീവൻ നൽകുന്നത്, എന്ത് ഒന്നിനും ഉപകരിക്കുന്നില്ല, ശരീരം. 15, ശരീരം ഒന്നിനും എന്തു ചെയ്യുന്നില്ല, ഉപകരിക്കുന്നില്ല. 16, ആരോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് യേശു പറയുന്നു? നിങ്ങളോട്.
17 നിങ്ങളോട് ഞാൻ പറഞ്ഞ എന്ത് ആത്മാവും ജീവനുമാണ് വാക്കുകൾ. 18 നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ എന്താണ് എന്ന് യേശു പറയുന്നു, ആത്മാവും ജീവനുമാണ്. 19 എന്നാൽ നിങ്ങളിൽ എങ്ങനെയുള്ള ചിലരുണ്ട് എന്ന് യേശു പറയുന്നു, വിശ്വസിക്കാത്തവരായി. 20 യേശു എന്താണ് ആദ്യം മുതലേ അറിഞ്ഞിരുന്നത്, വിശ്വസിക്കാത്തവർ ആരെന്നും തന്നെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും. 21 വിശ്വസിക്കാത്തവർ ആരെന്നും തന്നെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും എപ്പോൾ മുതലേ യേശു അറിഞ്ഞിരുന്നു, ആദ്യം മുതലേ. 22 ഇതുകൊണ്ടാണ് ആരിൽ നിന്നും വരം ലഭിച്ചിട്ടല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പിതാവിൽ നിന്ന്. 23 ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് എന്ത് ലഭിച്ചിട്ടല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വരം. 24 ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചിട്ടല്ലാതെ എവിടേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ അടുക്കലേക്ക്. 25 ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ ഡാഷ് അവൻ്റെ കൂടെ നിന്നില്ല. യോഹന്നാൻ 6:66 പ്രകാരം പൂരിപ്പിക്കുക, പിന്നീടൊരിക്കലും. 26 അവർ പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നിന്നില്ല. ആര്? അവനെ വിട്ടുപോയ അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ. 27 അവനെ വിട്ടുപോയ അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ പിന്നീടൊരിക്കലും എന്തു ചെയ്തില്ല, അവൻ്റെ കൂടെ നടന്നില്ല. 28 12 പേരോടുമായി യേശു എന്താണ് ചോദിച്ചത്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? 29 നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചത് ആരോട്? 12 പേരോടുമായി. 30 നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാര്? ശിമയോൻ പത്രോസ്. 31 നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിമയോൻ പത്രോസ് എന്തു മറുപടിയാണ് യേശുവിനോട് പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? 32 എന്തിൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്നാണ് ശിമയോൻ പത്രോസ് പറഞ്ഞത്? നിത്യജീവന്റെ. 33 നിത്യജീവന്റെ എന്ത് നിന്റെ പക്കലുണ്ട്? വചനങ്ങൾ. 34 നിത്യജീവന്റെ വചനങ്ങൾ എവിടെയുണ്ട്? നിന്റെ പക്കലുണ്ട്. 35 ഞങ്ങൾ എന്ത് വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ശിമയോൻ പത്രോസ് പറഞ്ഞത്? നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന്. 36 നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അധ്യായം 6:69 പ്രകാരം പൂരിപ്പിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന്. 37 നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ എന്തു ചെയ്തിരിക്കുന്നു? വിശ്വസിക്കുകയും അറിയുകയും. 38 നിങ്ങൾ എത്ര പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ എന്നാണ് യേശു പറയുന്നത്? 12 പേരെ. 39 നിങ്ങൾ 12 പേരെ ഞാൻ എന്തു ചെയ്തില്ലേ എന്നാണ് യേശു പറയുന്നത്? തിരഞ്ഞെടുത്തില്ലേ. 40 നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ ആരാണ് എന്നാണ് യേശു പറയുന്നത്? പിശാചാണ്. 41 നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ച്. 42 യൂദാസ് ആരായിരുന്നു, അല്ലെങ്കിൽ യൂദാസ് ആരാണ്? ശിമയോൻ സ്കറിയോത്തായുടെ മകൻ. 43 യൂദാസിന്റെ പിതാവിന്റെ പേര് ശിമയോൻ സ്കറിയോത്ത. 44 ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്? യൂദാസ്. സമാന വാക്യങ്ങൾ യോഹന്നാൻ 6:19 പറയുന്ന 25 30 സ്താദിയോൺ എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? 5 6 കിലോമീറ്റർ. 2 യോഹന്നാൻ 6:27 സമാനമായ പഴയ നിയമഭാഗം യേശയ്യ 55:2. 3 യോഹന്നാൻ 6:30 സമാനമായ വചനഭാഗങ്ങൾ മത്തായി 12:38, മർക്കോസ് 8:11. ഈ വാക്യങ്ങൾ വായിക്കുകയും വീഡിയോയുടെ താഴെ കമൻറ്റു ചെയ്യുകയും ചെയ്യുക. വാക്യങ്ങളിലെ സമാനതകളും വ്യത്യാസങ്ങളും കമൻറ്റു ചെയ്യുക. സമാനതകൾ എഴുതി വച്ച് പഠിക്കാൻ പരിശ്രമിക്കുക. 4 യോഹന്നാൻ 6:31 സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ പുറപ്പാട്
16:4 മുതൽ 15 വരെ, സംഖ്യ 11:8, നെഹമ്യ 9:15, സങ്കീർത്തനങ്ങൾ 78:24, സങ്കീർത്തനം 105:40. 5 യോഹന്നാൻ 6:35 സമാനമായ യോഹന്നാൻ 6-ാം അധ്യായത്തിലെ തന്നെ മറ്റു വാക്യങ്ങൾ. യോഹന്നാൻ 6:48 മുതൽ 50 വരെ വാക്യങ്ങൾ. 6 യോഹന്നാൻ 6:42 സമാനമായ വചനഭാഗങ്ങൾ. ലൂക്ക 4:22, യോഹന്നാൻ 7:27. 7 യോഹന്നാൻ 6:45 സമാനമായ ഭാഗങ്ങൾ. യേശയ്യ 54:13, 1 തെസ്സലോനിക്ക 4:9, 1 യോഹന്നാൻ 2:27. 8 യോഹന്നാൻ 6:61 സമാനമായ വചനഭാഗം. മത്തായി 11:6. 9 യോഹന്നാൻ 6:68, 69 വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം. മർക്കോസ് 8-ാം അധ്യായം 27 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങളാണ് 3-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റുകളും നമ്മളിനി റെഗുലറായി തന്നെ നടത്തുകയാണ്. പുസ്തകത്തിന്റെ വർക്കുകളെല്ലാം പൂർണ്ണമായി പ്രിന്റിംഗ് കഴിഞ്ഞു. അത് ഉടൻ തന്നെ അയച്ചു തുടങ്ങുകയാണ്. 10-ാം തീയതി വരെ, ഈ മാസം 10-ാം തീയതി വരെ, മാർച്ച് 10-ാം തീയതി വരെ പ്രീ ബുക്കിങ്ങിന് അവസരമുണ്ട്. പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ചോദ്യോത്തരങ്ങളും പേജസും ഉള്ള കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പുസ്തകമാണ്. കഴിഞ്ഞ പ്രാവശ്യം 312 പേജുകളായിരുന്നു, ഇപ്പോൾ 336 പേജുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 4000-നകത്ത് ചോദ്യങ്ങളായിരുന്നു, ഇപ്പോൾ 4600-ഓളം ചോദ്യങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഓൺലൈനായി പുസ്തകം വാങ്ങുന്ന ആളുകൾക്ക് 2 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്, 100 മാർക്കിന്റെ 2 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് അടങ്ങുന്നതും, അത് പരീക്ഷ എഴുതുന്നത് പോലെ ബബിൾ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് OMR ഷീറ്റും കൂടി അതിനോടൊപ്പം അയച്ചു തരുന്നതായിരിക്കും. പുസ്തകത്തോടൊപ്പം അത് പ്രിന്റ് ചെയ്തിട്ടില്ല. കാരണം ഇത്രയും വലിപ്പമുള്ള പുസ്തകം ആയതുകൊണ്ട് തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും സമാന വാക്യങ്ങളും ഒക്കെ പുസ്തകത്തിൽ വയ്ക്കുമ്പോൾ 100-400 പേജ് ആകും. അപ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെ വലിയ പ്രിന്റിംഗ് കോസ്റ്റ് ആണ് ആയിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കുക. ചോദ്യോത്തരങ്ങൾ പ്രത്യേകം, മോഡൽ ക്വസ്റ്റ്യൻസ് പ്രത്യേകം അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കുറച്ച് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ, കഴിഞ്ഞ പ്രാവശ്യം POCയുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ 400 ചോദ്യങ്ങൾ തന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ലഭിക്കില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷെ അതിനോടൊപ്പം നമുക്ക് പഠിക്കാനുള്ള ബൈബിൾ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബൈബിൾ ഭാഗങ്ങൾ കൂടി വേണം എന്ന് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണം എന്നുള്ളവർക്ക് ആ ബൈബിൾ ഭാഗങ്ങൾ കൂടി പ്രിന്റ് എടുത്ത്, നമ്മളത് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, അത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം അയച്ചു തരാം. ആ പ്രിന്റിംഗ് ചാർജ് മാത്രം, അതായത് നമ്മുടെ കോപ്പി എടുക്കുന്നതിന്റെ ചാർജ് മാത്രം നിങ്ങൾ അയച്ചു തന്നാൽ മതി. എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ പ്രധാന ലക്ഷ്യം വചനം പഠിക്കുക, വാക്യങ്ങൾ കാണാതെ പഠിക്കുക, വചനം ധ്യാനിക്കുക, വചനത്തിൽ ജീവിക്കുക എന്നൊക്കെയാണ്. അതിനുള്ളൊരു മാർഗം മാത്രമാണ് ലോഗോസ് ക്യൂസ്. അത് വലിയ ഒരു അനുഗ്രഹമായി ധാരാളം പേർക്ക് അത് അനുഭവവേദ്യമാകുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.